ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച അയിലക്കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 2 അയില 4 കഷ്ണമായി മുറിച്ചതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 6-7 കാന്താരി ചതച്ചതും, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും, 2 കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ടതും, ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും, ആവശ്യത്തിന് കറിവേപ്പിലയും, 10ഓളം ഉള്ളി അരിഞ്ഞതും, പിന്നെ തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലും, ആവശ്യത്തിന് ഉപ്പും. ഇവിടെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. പൊരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ഇളക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കാന്താരിമുളകും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. അത് നന്നായി വാടിയതിനു ശേഷം തക്കാളി ഇട്ട് നന്നായി ഇളക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഈ ബൗളിൽ ഇട്ടേക്കുന്നത് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയുമാണ്. പൊടികൾ ചട്ടിയിലിട്ട് പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അതിനുശേഷം ഞാൻ കൊടംപുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ പുളി ചേർത്തതിന് ശേഷം 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് 5 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇവിടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇവിടെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ തേങ്ങാപ്പാൽ ഒഴിച്ച കറി ഇവിടെ റെഡി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.